കണ്ടോ, ഇങ്ങനെയാണ് കളിക്കണ്ടേ. വാ, നന്നായിട്ട് കളിക്കണേ. നീ ബോളിടാ. മമ്മി എന്റെ സ്നാക്സിങ് താ. എന്താ മേഡം ഇത്? ഇവ വന്നപ്പോ തൊട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ കഴിച്ച ഇവന് വല്ല അസുഖം വരത്തില്ലേ? ശരി, ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് നീ പൊക്കോ. മാറ്റി വന്നിട്ട് പോടാ. നാളെ വരുമ്പോ യൂണിഫോം ഇട്ടുകൊണ്ട് വരാൻ പറ കേട്ടോ അവനോട്. ഹലോ സാർ, ഞാൻ റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് സാർ. ഞാൻ ഏജന്റാ സംസാരിക്കുന്നത്, പറഞ്ഞോളൂ. പ്ലോട്ട്സ് ഉണ്ട്, വാങ്ങുന്നോ സാർ? എൻ്റെ അടുത്ത് പോളിസി ഉണ്ട്, അത് വേണോ? പ്ലോട്ടിന് പോളിസിയോ? അതെ, പോളിസി തന്നെ. അല്ല, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പ്ലോട്ട് മേടിക്കുന്നവർ എത്ര ദിവസം ജീവനോടെ ഇരിക്കും? ഒരു പക്ഷേ അവർ മേടിച്ച ഉടനെ ചത്തു എന്ന് വെച്ചോളൂ. ചത്ത അടുത്ത സെക്കൻഡ് നിങ്ങൾക്ക് പൈസ വരില്ലേ? നിങ്ങൾക്ക് പ്ലോട്ട് വിറ്റ പോലെ ഉണ്ടാവും, പോളിസിന്ന് പൈസ കിട്ടിയ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള പോളിസി ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല സാർ. പിന്നെ എന്തിനാ ഫോൺ വിളിച്ചത്? ഫോൺ വെക്കും മര്യാദക്ക്. ശരി പാപ്പോ. തന്നെ സമയമല്ല പിന്നെ പ്ലോട്ട് മേടിക്കാൻ. എന്താ ഇത്ര ലേറ്റ്? പറയാ, നീ വാ. കേറ്. ഹൈദരാബാദിൽ പോയിട്ട് നിനക്ക് ഈ ക്രിക്കറ്റ് പ്രാക്ടീസ് വെച്ചൂടെ? ഇല്ലടാ, ഈ യാനത്തിൽ എനിക്ക് ഒരുപാട് ജോലികളുണ്ടോ. അങ്ങനെ എന്ത് ജോലി? പോടാ. ഇപ്പൊ പറയടാ. ഞാൻ പറയാന്നല്ലടാ പറഞ്ഞത്. എടോ നിർത്താ. നിർത്താൻ പറഞ്ഞിട്ടില്ലേ? എന്തിനാടാ? അന്ന് അങ്ങോട്ട് പോ. ഇവന്മാരെന്ത് ഇവിടെ വണ്ടി നിർത്തുന്നത്? ഹലോ ചേട്ടാ, ഇവിടെ മൂത്രം ഒഴിച്ച് ഞാൻ കോളനിക്കാർ പിടിക്കും. വേണ്ടായേ, ഞങ്ങളെ പിടിച്ചോളാവേ. ഒന്ന് പോടോ അവിടുന്ന്. കാര്യമില്ല. ഇത്തവണ ഹൈദരാബാദിലേക്ക് കൃത്യമായി ലോഡ് പോയില്ലെങ്കിലേ ഓരോരുത്തനെയും ഉണ്ടാക്കിയേക്കും. ഓടോ. ശരി ചേട്ടാ. ഇവരെ അവിടെ മീനെല്ലാം വിൽക്കുന്ന കൃഷ്ണ, ഇവന്റെ അടുത്ത് മീൻ വിറ്റപ്പോ ടാക്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവൻ നമ്മുടെ അടുത്ത് ചൂടാവുക. അല്ല പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തേ? ഞങ്ങളുടെ ചേട്ടനെ കുറിച്ച് അറിയില്ലേ? കാര്യം പോക്ക. ചേട്ടാ, ഇവൻ തന്നെ ടാക്സി ചോദിച്ചപ്പോ ചൂടായി സംസാരിക്ക. എന്താടാ, ടാക്സ് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു. നീ ജീവിക്കാൻ കൊതിയൊന്നുമില്ലേ? അല്ല, നിനക്കെന്തിനാ ടാക്സി കിട്ടുന്നേ? എന്റെ ജോലിയിൽ കൈവക്കാൻ നോക്കിയാല് ദൈവം വെറുതെ വിടില്ല. എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. ദൈവോ? ഇവിടെ ദൈവത്തിനുള്ള തേങ്ങയുടെ വില വരെ നിശ്ചയിക്കുന്നത് ഞാനാ. ആ ദൈവത്തിൻ്റെ പേരിലുള്ള കാണിക്കകളെല്ലാം എൻ്റെ വീട്ടിലേക്ക് തന്നെ വരണം. ഇവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം പോലും എൻ്റെ കയ്യിലാണ്. ഇയാൾ വളരെ നല്ലവനാണല്ലോ. ദൈവം നിനക്കെല്ലാം നല്ലതേ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് നിന്നെ കൊന്ന ഏത് ദൈവം വന്ന് നിന്നെ രക്ഷിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ. ബസുവാ ചേട്ടാ, എന്നെ വിട്ടിട്ട് വന്നാ ഞാൻ ഇങ്ങോട്ട് പോരത്തില്ലെന്ന് വിചാരിച്ചല്ലേ? നീ എന്താ ഇവിടെ? ഇതെന്ത് വേഷടത്? പുറത്തെല്ലാം കൊറോണ അല്ലേ, അതുകൊണ്ട് കൊറോണ എനിക്ക് അഫക്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അലയുന്നത്. ഒരു കൊറോണയില്ല കിറോണയില്ല. നീ അവനെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ആ മാർക്കറ്റിൽ പോയി കളക്ഷന്റെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചത് മതി. നീ വേഗം ചെന്ന് ആ DSP ഇങ്ങോട്ട് വിളിക്കാൻ പറ. ശരി. ടാക്സ് കിട്ടാൻ പറ്റുന്ന വല്ലാതെ വീരവാദം മുഴക്കുന്നുണ്ടല്ലോ. ഒന്ന് അവനെന്താ ചെയ്യാന്ന് കണ്ടോ? ഹലോ. ഡേയ് ലാലപ്പാ, എൻ്റെ പേര് രുദ്രൻ. ഏതാടാ നീ? അതല്ലടാ പറഞ്ഞത്, രുദ്രൻ. ഞാൻ പറയുന്നത് ഓർത്ത് വെച്ചോ, ഇല്ലെങ്കിൽ എഴുതി വെച്ചോ. നാളെ തൊട്ട് നിന്റെ കൂടത്തിലുള്ള ഓരോരുത്തരെയും കൊല്ലാൻ പോവാ. അവസാനം നിന്നെയും ഞാൻ കൊല്ലും. നീ എന്താ കളിക്കാൻ നീ ആരടാ? എൻ്റെ കളിക്കൂട്ടുകാരനോ? ആദ്യം നീ ഏതെന്ന് പറ. ആളറിഞ്ഞിട്ടാണ് നിന്റെ ഫോൺ വിളി. പാർത്ഥായ പ്രതിഭോഗിതാം ഭഗവതി നാരായണീ സ്വയം. ജനിക്കുന്നവൻ മരിച്ചേ പറ്റൂ, മരിച്ചവൻ ജനിച്ചേ പറ്റൂ. ഇതാണ് ലാലപ്പ, ഇതാണ് സംഭവം. ഓൾ ദി ബെസ്റ്റ്. വണ്ടി എടുക്കടാ. ബുദ്ധിയുണ്ടോ? ഈ സമയത്താണ് കൈ കൊടുക്കുന്നത്.
ഡിസ്റ്റൻസ് പാലിക്കണ്ടേ? എന്റെ അമ്മാവാ, ഈ സാനിറ്റൈസർ ഒന്ന് തേച്ചിട്ട് എന്റെ മുഖത്ത് അടിച്ചൂടെ? എത്ര പ്രാവശ്യം പറയുന്നത്? DSP, സാർ ഇന്നലെ എന്നെ വിളിച്ചവന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓക്കെ സാർ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ പേടിപ്പിച്ചവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. അവനെ കുറിച്ച് അറിയാൻ പറഞ്ഞത് അവൻ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞോണ്ടല്ല, അവനെ എനിക്ക് കൊല്ലാനാ. ഓക്കെ സാർ. എടാ ഇറക്ക, നിന്റെ സാറ് ഒരുപാട് സമ്മതിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വരിയൊന്നും കിട്ടുന്നില്ലടേ. സാറ് വരുമ്പോ ഫോൺ ചെയ്യാൻ പറ. ശരി ചേട്ടാ. മനസ്സിലായോ? ഓർമ്മയിരുന്നാ നിനക്കൊള്ളാം. ഇവൻ ഏതാണ്? ആരാടാ നീ? റോഡിന്റെ കുറുക്കെ വണ്ടി വെക്കാൻ? ആ, തീപ്പെട്ടിക്ക് വേണ്ടിയാ. തീപ്പെട്ടി ഉണ്ട് ഏട്ടാ. പിന്നെ ഞാൻ തീപ്പെട്ടി കൊണ്ടല്ലേ നടക്കുന്നേ. ഞാൻ ആരാന്ന കരുതിയേ? ലാലപ്പന്റെ വലത് കൈയാടാ. എന്റെ പേര് വിശ്വന്നാ. എന്റെ പേര് കേട്ട ഈ നാടെല്ലാം വിറയ്ക്കും. തീപ്പെട്ടിക്കുള്ളി ഉരച്ച കത്തുമല്ലോ, എനിക്കത് മതി. തീപ്പെട്ടി ഉണ്ടേ താന്നേ. ആ, താങ്ക്സ് ചേട്ടാ. ബസവയെ തീർത്തത് ആ രുദ്ര തന്നെയായിരിക്കും. രുദ്രനോ? അവനാരാ? എവിടെ ഉണ്ടവൻ? ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അവന്റെ തലയും കൊണ്ടായിരിക്കും ചേട്ടാ. അവന്റെ ഓരോ പ്രവൃത്തികൾ കാരണം ഇന്നാട്ടിൽ നമ്മുടെ പേരിന് ദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവനതൊക്കെ ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ ചെയ്യുന്നെന്നാ മനസ്സിലാവാത്തെ. ചെല്ലടാ, ഏത് മാളത്തിലായാലും അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഓടാ. ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും ഒക്കെ ഇരുന്ന ചത്തുപോയവൻ തിരിച്ച് ജീവനോടെ വരുമോ? കണ്ടുപിടിച്ചു കൊല്ലണം. ചേലക്കത് മിണ്ടാതിരി. എങ്ങനെയാ അവനെ കൊല്ലേണ്ടത്? അവൻ ആരെന്നോ എവിടെയാണെന്ന് പോലും അറിയില്ല. ചേട്ടൻ ടെൻഷൻ ആവണ്ട. അവനെ എങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയാം.